ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ യാത്ര മുടങ്ങിയതിൽ പ്രോട്ടോകോൾ വീഴ്ചയുണ്ടായെന്ന് കേരള ഹൌസ് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ. വീഴ്ച വരുത്തിയവർക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടാകും. വിഷയത്തിൽ ഇൻഡിഗോ കമ്പനി അധികൃതരുമായി ആശയവിനിമയം നടത്തിയെന്നും ARC അശ്വതി ശ്രീനിവാസ് പ്രതികരിച്ചു. ഇന്നലെ നടന്ന അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് സംബന്ധിച്ച് ഇന്ന് മീറ്റിംഗ് നടത്തിയിരുന്നു. അതിൽ ഇൻവോൾവായ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രിലിമിനറി എൻക്വയറി വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രോട്ടോക്കോളിൻ്റെ സൈഡിൽ നിന്നൊരു ലാപ്സ് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ലാപ്സ് ഉണ്ടാകുന്നത്. എന്നിരുന്നാലും വളരെ ഗൗരവമായിട്ട് തന്നെയാണ് നമ്മളിതിനെ കാണുന്നത്. സോ നെസസറി ഡിസിപ്ലിനറി ആക്ഷൻ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു കമ്മ്യൂണിക്കേഷൻ ലാപ്സ് ആണ് ഉണ്ടായത് ബിറ്റ്വീൻ പ്രോട്ടോകോൾ ടീം ആൻഡ് ഇൻഡിഗോ ടീം ആൻഡ് GMR ഉണ്ടാവേണ്ട ഒരു യൂഷ്വലി വളരെ സീംലെസ് ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കാറ്. അതിനകത്ത് ഇപ്രാവശ്യം ഒരു ചെറിയ ലാപ്സ് സംഭവിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ആരുടെ ഭാഗത്തു നിന്ന് വീഴ്ച എന്നാണ് അധികൃതർ പറയുന്നത്? എന്താണ് തുടർ നടപടി? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് കോഴിക്കോട്ടേക്കുള്ള യാത്ര മുടങ്ങാൻ ഇടയാക്കിയത് അതിന് കാരണം പ്രോട്ടോകോൾ വീഴ്ചയാണ് എന്ന് പ്രാഥമികമായ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേരള ഹൗസ് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ യോഗം വിളിച്ചിരുന്നു. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ഈ യാത്രയുമായി ബന്ധമുള്ള എല്ലാ വകുപ്പുകളുടെയും യോഗം വിളിച്ച് അവരിൽ നിന്നും വിശദീകരണം തേടിയിരുന്നു. തുടർന്നാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. പ്രോട്ടോകോളും ഇൻഡിഗോ കമ്പനിയും തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിൽ ചില പിഴവുകൾ സംഭവിച്ചു, വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ. പ്രോട്ടോകോൾ വിഭാഗം നൽകുന്ന വിശദീകരണം എന്നത് പതിവ് പോലെ തന്നെ ഇമെയിൽ മുഖാന്തരം ഈ യാത്ര സംബന്ധിച്ചുള്ള ഈ കമ്പനിയെ, ഇൻഡിഗോ കമ്പനിയെ അറിയിച്ചിരുന്നു. തുടർന്ന് വിമാനത്താവളത്തിൽ എത്തിയ ശേഷം വാക്കാലും അറിയിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഈ കമ്പനിയോട് കഴിഞ്ഞ ദിവസം തന്നെ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ തങ്ങൾക്ക് ഇമെയിൽ ലഭിച്ചിട്ടില്ല എന്നായിരുന്നു അവരുടെ മറുപടി എന്നുള്ളത്. അതായത് ഇമെയിൽ അയച്ചു കഴിഞ്ഞെങ്കിലും അത് അവർക്ക് ലഭിച്ചോ എന്ന് ഉറപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തലാണ് ഉള്ളത്. ഈ വിഷയത്തിൽ ചീഫ് സെക്രട്ടറി ഇൻഡിഗോ കമ്പനിയിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ റെസിഡന്റ് കമ്മീഷണറിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ രണ്ട് റിപ്പോർട്ടുകളും പരിശോധിച്ച ശേഷമായിരിക്കും അച്ചടക്ക നടപടി സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.